വിശേഷം? വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ. മഴവിൽ ജീവിതം എന്ന സുന്ദരമായ ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? ഞാനിപ്പോഴുള്ളത് പാലക്കാട് ജംഗ്ഷനിലാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ ആ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നല്ല അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷന്റെ അലങ്കാരങ്ങളാണ് തോന്നുന്നത്. അപ്പൊ ഞാന് കോഴിക്കോട് നിന്ന് പാലക്കാട് സ്റ്റേഷനിലോട്ട് എത്തിയതാണ്. ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റ്, എന്തൊരു കാറ്റാണെന്നറിയോ? പാലക്കാട് നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ ചൂടും കാറ്റൊക്കെ വളരെയധികം ഉള്ള സ്ഥലമാണ് പാലക്കാട് എന്ന് തോന്നുന്നത്. എന്തായാലും ഞാൻ പാലക്കാട് എത്തി. ഇപ്പോൾ രാത്രി 11:30 12:10 എൻ്റെ ട്രെയിന്. എവിടേക്കാ പോകണമെന്നല്ലേ? ഞാൻ ഒരു ഇന്ത്യയിൽ തന്നെയുള്ള ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള സിക്കിമിലോട്ടാണ് പോകുന്നത്. സിക്കിമിൽ ഇന്ന് കയറിയിട്ടുണ്ടെങ്കിൽ 26 അല്ലേ, 28 എത്തും. ഞാൻ പോകുന്നത് മറ്റൊന്നല്ല, അവിടെ ഒരു യോഗ ക്യാമ്പ് ഉണ്ട്. അപ്പോൾ വേറൊരാൾ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ അയാൾക്ക് പോകാൻ പറ്റാണ്ടായി. അപ്പോൾ ടിക്കറ്റൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഇന്ന് റിസർവ് ചെയ്ത് അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ്. പിന്നെ ഇവിടെ പാലക്കാട് നിന്ന് ഞാൻ കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് വന്ന് ഇനി പാലക്കാട് നിന്നാണ് നേരെ ട്രെയിന്. തിരിച്ച് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ഞാൻ 31 റിസർവ് ചെയ്തിട്ടുണ്ട്. 31 അവിടെ നിന്ന് കയറിയാൽ 2 ഇവിടെ എത്തും. ആ രീതിയിൽ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു യാത്ര, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തീരെ പ്രതീക്ഷിക്കാണ്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. എന്തായാലും എനിക്കും സന്തോഷമായി. കാരണം ഈ ഒരു സമയത്ത് എനിക്കൊരു യാത്രയും വേണമെന്ന് തോന്നി. ഒരിക്കലും വാവയുടെ ഓർമ്മകളിൽ നിന്നും അല്ലെങ്കിൽ വാവയുടെ ആയ ഇഷ്യൂ ഒന്നും ഈ യാത്രയുടെ സ്വാധീനിച്ചിട്ടില്ല കേട്ടോ. ഈ യാത്ര പ്രതീക്ഷിക്കാതെ എന്നെ തേടി വന്നൊരു യാത്രയാണ്. പിന്നെ എൻ്റെ തന്നെ ഒരു ഗോഡ് ഫാദർ ആയിട്ടുള്ള ഒരു ആളാണ്, വൺ ഓഫ് മൈ ഗോഡ് ഫാദർ ആണ് ആ ചേട്ടൻ. അപ്പൊ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം പങ്കെടുക്കേണ്ട ഒരു യോഗ ക്യാമ്പാണ്. പെട്ടെന്ന് അയാൾക്ക് അസുഖബാധിതനായി. പനിയും വൈറൽ ഫീവറൊക്കെ ആണെന്നാണ്, ചുമ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആൾക്ക് വരാൻ പറ്റണില്ല. അപ്പോഴാണ് ഞാനിതാ പോകുന്നത്. എന്തൊരു കാറ്റാണേ! എൻ്റെ വാവില്ലാത്തതിന്റെ വിഷമം എനിക്ക് അപ്പോഴുണ്ട്. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒരിക്കലും എവിടേക്കും ഒളിച്ചോടാൻ പറ്റൂല. കാരണം അത്രമാത്രമായി ഓർമ്മകളുണ്ടല്ലോ. ആ ഓർമ്മകളാണ് എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. സുഖകരമായിട്ടുണ്ടായിരിക്കുന്നുള്ള ആ ഓർമ്മകളൊക്കെ എപ്പോഴെപ്പോഴും കാണാൻ കൊതിച്ചിരുന്ന ആ വീഡിയോസൊക്കെ ഇപ്പൊ എനിക്ക് വിഷമകരമായി മാറിയ ഒരു സമയമാണിത്. അവനെ ഞാൻ കണ്ടിരുന്നു വരുന്നതിന് മുന്നേ. ഭാവ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുക തന്നെയാണ്. എന്താവും അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ പോകാനായിട്ടുള്ള ഒരു 1 വീക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാം ലഗേജുകളൊക്കെ റെഡിയാക്കി പെട്ടെന്നുണ്ടായി യാത്ര. സത്യം പറഞ്ഞാൽ 2 ദിവസം മുന്നാണ് ഞാൻ ഇതിന്റെ ഏകദേശം രൂപ അറിഞ്ഞത്. പിന്നെ പോകണമെന്ന് തീരുമാനിച്ചത് ഇന്നലെയാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ എനിക്ക് തണ്ടൽ വേദന ഉണ്ട്. തണ്ടൽ വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊരവേദന ഉണ്ട്. തണ്ടലിന്റെ ബാക്കിൽ നല്ല പെയിൻ ഉണ്ട്. അത് നീരിന്റെ ആണെന്നാ പറഞ്ഞിരുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കലാണ്. ഞാൻ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എപ്പോഴും വണ്ടി ഓടിക്കലായിരിക്കും. വണ്ടൂരാണെങ്കിലും വണ്ടി ഓടിക്കൽ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഈ യാത്രയിൽ വണ്ടി ഓടിക്കൽ കുറെ കുറഞ്ഞു കിട്ടുമെന്ന് വിചാരിക്കുക. കാരണം എന്തായാലും ഒരാഴ്ച ഉണ്ടാവും. ഇവിടുന്ന് 2 ദിവസം അങ്ങോട്ടും 2 ദിവസം ഇങ്ങോട്ടും 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് സിക്കിമില്. അപ്പൊ സിലിഗുരിന്റെ ഒക്കെ അടുത്താണ്, സിക്കിം സിലിഗുരിന്റെ ഒക്കെ അടുത്താണ് നമ്മള്. അപ്പൊ ആ യാത്രയില് എൻ്റെ വണ്ടി ഓടിക്കലിൽ നിന്നൊരു ശമനം ഉണ്ടാവും. അങ്ങനെ എൻ്റെ വേദന കുറയും. ഇനിയിപ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ട് മറ്റൊരു വേദന കൂടുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെ തന്നെ ആയാലും യാത്ര പോയിട്ട് വരാം. ഒരുപാട് നാളായി ഇങ്ങനെ ഒരു വലിയ യാത്ര ചെയ്തിട്ട്. അപ്പൊ യാത്ര പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഹാപ്പിയും ഒന്നുമില്ല കേട്ടോ. എന്നാലും ഒരു യാത്ര പോകണം എന്നുള്ള ഒരു കാര്യം, പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ പിടിക്കാന്നുള്ള ഒരു സന്തോഷമുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ പിടിച്ചിട്ട് അപ്ലോഡ് ആക്കാലോ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഉള്ളത് കേട്ടോ. ടിക്കറ്റ് ഒക്കെ കൺഫേംഡ് ആണ്. തിരിച്ചു വരുന്ന ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. 31 രാത്രി, 31 ഈവനിങ്ങിലാണ് തോന്നുന്നു. 3 മണിക്കേറ്റ് 3:15 അത് കൺഫേം ആയിട്ടില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. കൺഫേം ആവുമെന്ന് തോന്നണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. അപ്പൊ നമ്മൾക്ക് വഴിയെ കാണാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം. ഞാനവിടെ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ടൊക്കെ എന്നെ വിളിച്ചു. ഇത് ക്രിസ്മസ് സെലിബ്രേഷനാ?
ക്രിസ്മസ് കേക്കാ? വെരി ഗുഡ്. എനിക്ക് മിസ്സായ ക്രിസ്മസ് ആണ് സത്യം. അത് വെരി നൈസ്, താങ്ക്സ് ഗോഡ്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് ഒരു മുറിച്ചിരുന്ന് അതിൻ്റെ ഒരു പീസ് ഒന്നും വേണ്ട. ഞാൻ കഴിക്കോ? കഴിച്ചോ? ആണ് മൂന്നാൾ തന്നെ ഉള്ളൂ. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിക്കും കിട്ടിയല്ലോ. അതെ സുഹൃത്തുക്കളെ. ഹായ് സുഹൃത്തുക്കളെ, ഇതാ നമ്മളുടെ പാലക്കാട് റെയിൽവേ സ്റ്റാഫുകള്, റെയിൽവേ സ്റ്റേഷൻ സ്റ്റാഫുകളാണ്. അവര് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി മുറിച്ച കേക്കിന്റെ ഒരു പീസ് എനിക്ക് തന്നു. എന്ത് കാറ്റോ കാറ്റ്. സിക്കിം എവിടെയെന്നറിയോ? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ പെട്ടതാണ് സിക്കിം ഒക്കെ. ഭൂട്ടാന്റെ ഒക്കെ അടുത്താണ്. അതൊക്കെ എന്ന് വെച്ചാല് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു നാട്ടുരാജ്യമായിട്ട്, സെപ്പറേറ്റ് നാട്ടുരാജ്യമായിരുന്നു. പിന്നീട് അത് ഇന്ത്യയിലോട്ട് ലയിച്ചു. ഇപ്പൊ സിക്കിമൊക്കെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ ചൈന അതിക്രമിച്ചൊക്കെ വരും. അത് ശരിക്കും പറഞ്ഞാൽ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ് ഈ സിക്കിം, ആസാം, ഭൂട്ടാന്, ഈ ഡാർജിലിംഗ് ഒക്കെ. അവിടെ ഒക്കെ എപ്പോഴെപ്പോഴും പ്രശ്നങ്ങളാണ്. ചൈനനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ആ ഭാഗങ്ങളിലൊക്കെ. പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ ഇതേപോലെ തന്നെ പലവിധ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകലുണ്ട്. ഇന്ത്യക്ക് ഭീഷണിയായി നിലകൊള്ളുന്ന ഒരു അതിർത്തികളാണ് അവിടങ്ങളിലൊക്കെ ആയിട്ട്. ആ രീതിയിലൊക്കെയാണ് സിക്കിം നിൽക്കുന്നത്. അപ്പൊ സിക്കിം, ഡാർജിലിംഗ്, ഷില്ലോങ്, മേഘാലയ, ആ സ്ഥലങ്ങളൊക്കെ നല്ല രസമാണ്. ഇതിന് ഹിമാചൽ പ്രദേശിലോട്ട് ചെല്ലുമ്പോഴാണ് കുളു, മണാലി അങ്ങനെയൊക്കെയുള്ള പലവിധ വലിയ വലിയ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ളത്. എന്തായാലും സിക്കിമിലും ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ. 0 പോയിന്റ് ഒക്കെ സിക്കിമിലാണല്ലോ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അവിടെ ഒക്കെ പോകുന്നത്. ഞാൻ പക്ഷെ അവിടെ ഒന്നും പോകൂല കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഒരു യാത്ര പോകുന്ന ആര് ഇപ്പൊ വണ്ടി വന്നെന്നാ പറയണത്. വണ്ടി വന്ന് കിടക്കാണ്. അപ്പൊ ഞാൻ പോട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ ട്രെയിനിൽ കയറി. ഞാൻ അവിടെ നിന്ന് വീഡിയോയും പിടിച്ചോണ്ട് നിക്കുക. ഹർണോയ് എക്സ്പ്രസ് ആണ് ഇതില്. ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഗുഡ് മോർണിംഗ്. നന്നായിട്ടുണ്ട് ഉറങ്ങി. നല്ല ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല സീറ്റും ബർത്തൊക്കെ ആയിരുന്നു. നന്നായിട്ടുണ്ട് ഉറങ്ങി. വെള്ളമൊക്കെ കേട്ടിട്ട് ചായ കാപ്പി ഭക്ഷണത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ബഹളമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എഴുന്നേറ്റത്. അങ്ങനെ ഞാൻ ചായയും കാപ്പിയൊന്നും കുടിച്ചില്ല, വെള്ളം കുടിച്ച കുറെ. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴൊരു അണ്ട ബിരിയാണി കഴിച്ച്. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അണ്ട ബിരിയാണിന്റെ അപ്പൊ കുറച്ചൊരു ഗ്രേവി ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഹാർഡായ റൈസ് മാത്രം ഉണ്ടാവും, മുട്ടയും വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതല്ല,
കുറച്ചൊക്കെ ഒരു കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴിച്ച് വേറൊരു സ്റ്റേഷനിലെത്തിയതാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. നോക്കട്ടെ അവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം നമ്മൾക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ തൽക്കാലം വിടാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എല്ലാവർക്കും ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ് ടൈം ഒന്നല്ല, കുറച്ച് ഡിലേ ഉണ്ട് പറയുക. വിശാഖപട്ടണത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ വിശാഖപട്ടണമൊക്കെ കഴിയാണ് ഇങ്ങനെ പോകുക. ജൽപായ്ഗുരി എന്നുള്ള സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങുന്നത്. ജൽപായ്ഗുരി അവിടുന്ന് സിലാച്ച്, ഇത് തിരുവനന്തപുരം മുതൽ സിലാച്ചൽ വരെയുള്ള വണ്ടിയാണ്. സിക്കിമിന്റെ സിലിഗുരിന്റെ അടുത്താണ്. അവിടുന്ന് ഒരു 114 കിലോമീറ്റർ ആണ്. ജൽപായ്ഗുരിയിൽ നിന്ന് 114 കിലോമീറ്റർ ഉണ്ട് സിലിഗുരി. അതുപോലെ അവിടെ എത്തട്ടെ. അവിടെ നല്ല തണുപ്പാണെന്നൊക്കെ പറയുന്നത്. സെറ്റർ എടുത്തിട്ടുണ്ട്, നല്ല കമ്പിളിയൊക്കെ ഉണ്ട്. അപ്പൊ സിക്കിം വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം.